ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒമാനിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിന്നൊരു അയല കുരുമുളക് ഇട്ട് വറ്റിച്ചതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം അയില മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പുളിവെള്ളമാണ് കേട്ടോ, സാധാ വാളൻപുളിയുടെ വെള്ളമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് വറുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ നമ്മുടെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ, നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി ഇടാം കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടിട്ട് കുറച്ച് നേരം ഉടയണ വരെ ഒന്ന് വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ, പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം തക്കാളി ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ചേർക്കാൻ പോണത് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ, കുരുമുളക് പേസ്റ്റ് കേട്ടോ. കുറച്ച് നേരം ഈ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് പുളിവെള്ളം മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ. നമ്മൾ വറ്റിച്ച പോലെയല്ല എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ തിള വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും വറ്റിയ പോരാ കേട്ടോ, കുറച്ചും കൂടെ വറ്റണേ. അപ്പോൾ നമ്മൾ അയല കുരുമുളക് ഇട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.